ഇന്ന് നമ്മളൊരു മട്ടൺ ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾക്കിതൊന്നും പുറത്തുനിന്ന് എവിടെ നിന്നും കിട്ടില്ല, അത്ര രുചിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3/4 കിലോനോളം മട്ടനാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള കഷ്ണങ്ങളാക്കി എടുക്കണേ. ഒരുപാട് വലിയ കഷ്ണങ്ങൾ ഇരുത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തത്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ലോണം കൈ കൊണ്ട് ഇളക്കിയെടുക്കണം. ഇത്ര മാത്രമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ മസാലയൊക്കെ നല്ലോണം ഈ ഒരു ഇറച്ചിയിൽ പിടിക്കുന്നത് വരെ ഇതുപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബീഫും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് നമുക്കിതിനെ ഒരു 5 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ സ്റ്റൗവിൽ വെക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വേഗമുള്ളതാണ് മട്ടനും. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വിസിൽ നമ്മൾക്ക് ഹൈ ഫ്ലെയിമിലിട്ട് പോകണം. പിന്നെ ബാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. ഞാനപ്പോൾ അതാ വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതിനെ തുറന്ന് നോക്കാം. അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മട്ടനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇപ്പോഴും. ഇത് വെന്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഈ ഒരു പീസ് വെന്തോ നോക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. ഇനി ഈ ഒരു മട്ടൻ മുഴുവനായിട്ടും വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുക്കണം. ഇതിൻ്റെ വെള്ളം നമ്മൾക്ക് വേണ്ട കേട്ടോ. വേറെ ബീഫ് കറിയോ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ വെള്ളം ഒട്ടും തന്നെ ഇതിൽ പാടില്ല കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടാണ് ഇനി നമുക്കിതിനെ എടുക്കേണ്ടത്. ഇപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണുകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു മുളക് പൊടിയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ 1.5 സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂണോളം വീണ്ടും നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ അത് നല്ല ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ്, ഇഞ്ചി ചതച്ചത് ഒരു 1/2 സ്പൂണോളം ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മസാലയൊക്കെ നല്ലോണം ഇതുപോലെ കൂട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരിക്കലും കുറയാനും പാടില്ല, ഉപ്പ് കൂടാനും പാടില്ല. അപ്പോൾ ഇത് മസാല തേച്ചതിന് ശേഷം നോക്കണേ. ഒരു 1/4 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാനിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണ നമുക്ക് ചൂടാവാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടായി നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ചൂടായി ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണേ. ഈ ഒരു രീതി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവിച്ചിട്ടാണ് ഈ മീറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പം മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണേ. ഇത് ഈ മീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. അപ്പോൾ 2 സൈഡൊന്ന് നന്നായിട്ട് വെന്ത് വരേണ്ടതുണ്ട്. ഇതിൻ്റെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത്. ഇതിൻ്റെ ആ കോട്ടിംഗ് ഒന്നും ഇതിൽ നിന്ന് ഇളക്കി പോകാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അതാ നല്ലോണം ആയി വന്നിട്ടുണ്ട്. നല്ല കളറാണ് കേട്ടോ. അത് നമ്മൾ ആ മുളക് പൊടി ചേർത്തതിൻ്റെയാണ്. കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതിനെ കോരി മാറ്റാം കേട്ടോ. ഇത്രയേ പണിയുള്ളൂ.
ഇനി നമുക്കിതിനെ കോരി മാറ്റാം. ഇത് നമുക്ക് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മട്ടൺ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്കിതിനെ കോരി മാറ്റാം. കോരി മാറ്റുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് ഈ പീസസൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റാം കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ മീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതിനെ കോരിയെടുക്കണം. എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കോരിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുന്നത്. ഇതൊന്ന് ആയി വരുമ്പോൾ നമ്മൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ. ഈ എണ്ണയിലും ഈ മീറ്റിലൊക്കെ ഒരു പ്രത്യേക മണമാണ്, കഴിക്കുമ്പോൾ ഒരു രുചിയാണ്. അപ്പോൾ തനി നാടൻ രീതിയിലൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്ര വലിയ അളവൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു മഴക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രൈ കഴിക്കാനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.